പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് എനിക്ക് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കി തരുന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിരന്തരമുള്ള ദൈവിക സന്ദേശങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹത്തിനും ഉന്നമനത്തിനും കാരണമാകുന്ന കർത്താവിൽ പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ തിരുവചന ഭാഗങ്ങൾ അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം അവസാനിച്ച് അന്ത്യനിയോഗത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുന്ന വേദഭാഗങ്ങളിൽ തൻ്റെ പ്രാർത്ഥനയിൽ ഉരുവിടുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. രണ്ട് പറയുകയാണ്, ഞാൻ എന്തു പറയേണ്ടു? ഈ പിതാവെ, ഈ നാഴികയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പം ഏറ്റവും അതിവേദനയിലൂടെ കടന്നുപോയ ഒരു സന്ദർഭം, അതിവേദനാജനകമായ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുമ്പോൾ യേശു പിതാവിനോട് പറയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു പദപ്രയോഗമാണെന്ന് വായിച്ചു കേട്ടത്. പ്രിയരെ, ഉള്ളം കലങ്ങിയിരുന്ന പല സന്ദർഭങ്ങളുമില്ലേ? എത്ര ആശ്വാസ വാക്കുകൾ കേട്ടാലും, എത്ര ആളുകൾ കൂടെ നിന്നാലും ഒട്ടും ആശ്വസിക്കാൻ കഴിയാതെ ഉള്ളം കലങ്ങിപ്പോയ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നില്ലേ? ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ ഉള്ളം കലങ്ങിയിരിക്കുന്ന ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ടാവാം. ദൈവവചനത്തിൻ്റെ സകല വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചലിക്കട്ടെ എന്ന് പ്രാരംഭ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. യേശു പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുക. എൻ്റെ കലക്കം, മഹാനിയോഗം എന്തെന്നുള്ളത് യേശുവിനറിയാം. യേശു ഭൂമിയിൽ വന്ന് അത്ഭുതങ്ങൾ ചെയ്യാനല്ല, അടയാളങ്ങൾ ചെയ്യാനല്ല, രോഗികൾക്ക് വിടുതൽ കൊടുക്കാനല്ല. എന്നാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശു ഇതെല്ലാം ചെയ്തു. എന്നാൽ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രൂശിൽ അനേകരെ നേടുക എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ചൊരു മനുഷ്യൻ പ്രസ്താവിക്കുന്ന വാക്കുകൾ പോലെ നമുക്കിവിടെ പഠിച്ചാൽ കാണാൻ കഴിയുന്നു. ഉള്ളം കലങ്ങി യേശു പറയുകയാണ്, ഞാൻ എന്തു പറയേണ്ടു എന്നെനിക്കറിയില്ല. കാരണം തൊട്ടടുത്ത നിമിഷങ്ങളിൽ ക്രൂശീകരണത്തിൻ്റെ അതിവേദന ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പോകുകയാണ്. ക്രൂശീകരണത്തിൻ്റെ അതിഭാരം ഞാൻ വഹിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, ശരീരത്തിൽ ഏൽക്കുന്ന അടിയേക്കാളും ശരീരത്തിലേൽക്കുന്ന മുറിവുകളെക്കാളും കൂടുതൽ അതിന് തൊട്ടു മുൻപായി ഈ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകുക എന്നുള്ളത് ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും കലക്കിക്കളയും ചെയ്യുന്നൊരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, 12-ാം അധ്യായത്തിൽ യേശു പറയുന്നു, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങുന്നു എന്ന് പറയുമ്പോൾ 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഉള്ളം കലങ്ങി അതിനകത്തു നിന്ന് കരകയറി വന്ന യേശു പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രിയരെ, ഹൃദയം കലങ്ങി എന്തു പറയണമെന്നറിയാത്ത സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, ദൈവ വചനത്തിനകത്ത് വിടുതലുകൾ ഈ വചനം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ കുടുംബത്തിനകത്ത്, അങ്ങേ ഭാരപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിക്കുന്നത് 2-ാമത്തെ പദം യേശു പറയും, എന്തു പറയേണ്ടു എന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? ചിലരോട് ചോദിച്ച് ചിലർ പറയും, ആ രോഗം, ആ കടക്കണി, ആ മിശ്രോത്രം, ആ പ്രതിസന്ധി, ആ കഷ്ടത
ഈ കഷ്ടതയിൽ നിന്ന് എങ്ങനെ തരണം ചെയ്യണം എന്നെനിക്കറിയില്ല. ഒരു പക്ഷെങ്കിൽ നാളെ എൻ്റെ ഈ കടക്കണിയിൽ നാളെ കടക്കാരോട് ഞാൻ എന്തു പറയണമെന്ന് എനിക്കറിയത്തില്ല എന്നുള്ള പലവിധമായ പ്രതിസന്ധികൾ ഈ ജീവിത നൗകയിൽ വന്ന് അനുഭവിച്ചിട്ടില്ലേ പ്രിയരെ? എലീശ പ്രവാചകനോടൊരു പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് പറയുന്ന പദങ്ങൾ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പഠിക്കാൻ കഴിയും. അതെ, എൻ്റെ ആമിഷ്ടോത്രം, ഭർത്താവ് നിന്റെ ദാസൻ ദൈവഭക്തനായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടു പോകുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആ കടക്കാരോട് എനിക്ക് എന്തു പറയണമെന്നറിയത്തില്ല, എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, അടുത്ത നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തായി പോകുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് നിലനിൽപ്പില്ലാതെ, എനിക്ക് നിൽക്കാൻ കഴിയാതെ വല്ലാതെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിലെ കൺകലങ്ങി കണ്ണുനീരൊഴുക്കിയ ചില സന്ദർഭങ്ങൾ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. യേശു പറയും എന്തു പറയണ്ടു? അടുത്ത പദം യേശു പറയുക, ഈ പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന്. ഞാൻ ആ പർട്ടിക്കുലർ പീരീഡിൽ താൻ അനുഭവിക്കുന്ന പർട്ടിക്കുലർ സമയത്ത് താൻ അനുഭവിച്ച മനോവേദന, ആ പ്രതിസന്ധി, ആ വേദനയാണ് അത്ര ഗൗരവമായിട്ട് പറയുക. ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അനുഭവിക്കുന്ന ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു വേദന, ആ ഒരു ബുദ്ധിമുട്ട്, എൻ്റെ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത, ആർക്കും കരം തരാൻ കഴിയാത്ത, ആർക്കും ആശ്വാസവാക്കുകൾ പോലും പറയാൻ കഴിയാത്ത ചില നാഴികകൾ മുൻപി വന്ന് ഈ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയേണ്ട ചില സന്ദർഭങ്ങൾ ഒരു പക്ഷെങ്കിൽ മുൻപി വന്നിട്ടില്ലേ? എന്തിനു ജനിച്ചു എന്ന് ചിന്തിച്ച ചില സന്ദർഭങ്ങൾ, ഇങ്ങനെയുള്ള കഷ്ടതയിൽ കൂടെ എങ്ങനെ എന്തിനു കടന്നു പോകുന്നു എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങൾ വന്നിട്ടില്ലേ? ഗ്ലോറി. അങ്ങനെ വേദനപ്പെട്ട് ഒരു വീടിൻ്റെ ഒരു കോണിൽ, ഒരു റൂമിനകത്ത് ഒതുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ച ചില സന്ദർഭങ്ങൾക്കകത്തുനിന്ന് പരിശുദ്ധാത്മാ പറയുന്നു, ഉള്ളം കലങ്ങി കരഞ്ഞ എന്തു പറയേണ്ടു എന്നറിയാത്ത ചില സന്ദർഭങ്ങൾക്കകത്തുനിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിപ്പിച്ച് നമ്മെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. അടുത്ത പദം യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഇതു നിമിത്തം. ഉള്ളം കലങ്ങുന്നുണ്ട് യേശുവിന്, എന്തു പറയണമെന്ന് അറിയത്തില്ല ഈ സന്ദർഭത്തിൽ. ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഉള്ളം നൊന്ത് പറയുന്നുണ്ട്. പക്ഷെ യേശു അടുത്ത പദം വിശ്വാസത്തോടെ, വളരെ സന്തോഷത്തോടെ പറയുന്ന പദമാണ്, ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. വളരെ വളരെ പരമപ്രധാനമേറിയ ഒരു പദം. ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഏതു നിമിത്തം? ദൈവത്തിന് സ്തോത്രം. ഈ ക്രൂശ്, ഈ അടി, ഈ അപമാനം, ഇത് ഞാൻ ഏൽക്കുമ്പോൾ, ഞാൻ ഒരുത്തനായി നിന്ന് ഞാനൊരു ശരീരത്തിൽ ഇത് അനുഭവിക്കുമ്പോൾ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടാനുകോടി ജനങ്ങൾ ആമിഷ്ടോത്തരം രക്ഷയിലേക്ക്, ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു പരമപ്രധാനമായ വിഷയം. യേശു പറയാ, ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഇതു നിമിത്തം. അതേ പ്രിയരെ, നാം വേദനപ്പെട്ടില്ലേ? ആ കടക്കണിയെ ഓർത്ത്, ആ കഷ്ടതയോർത്ത്, ആ രോഗത്തെ ഓർത്ത്, ആ ഒറ്റപ്പെടലിനെ ഓർത്ത്, അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരാശജനകമായ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഓർത്ത് നാം ഒത്തിരി വേദനയോടിരുന്നില്ലേ? യേശു പറയുക, അതെല്ലാം ക്രൂശിൽ വഹിച്ച് ഒരു അപ്പൻ നമ്മുടെ മുൻപിലുണ്ട്. ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിൽ വന്നിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ അങ്ങനെയുള്ള ചില കഷ്ടതയിലൂടെ എന്തു പറയണമെന്നറിയാത്ത, ഉള്ളം കലങ്ങി ഒരാൻസർ പറയാൻ കഴിയാതെ, മറുപടിയില്ലാതെ വേദനയോടിരിക്കുന്ന ചില സന്ദർഭങ്ങൾക്കകത്തുനിന്ന് പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു, താങ്കൾക്ക് കരം തരാൻ, താങ്കളുടെ കൂടെ ഇരിക്കാൻ, താങ്കളുടെ ആ വിഷയത്തിൽ ഇറങ്ങി വന്ന് പരിഹാരം നൽകി തരാൻ, ആ രോഗക്കിടക്കെ മാറ്റി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് താങ്കളുടെ അരികിലേക്ക് ഇറങ്ങി വരുവാനിടയെത്തി. അതുകൊണ്ട് എന്തു പറയണമെന്നറിയാത്ത ചില സന്ദർഭങ്ങൾ, എന്തു ചെയ്യണമെന്നറിയാത്ത ചില നിരാശജനകമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച്
ദൈവവചനത്തിന് വില കൊടുത്ത് ദൈവവചനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ, ഞാൻ ഇപ്പോൾ ഈ കടന്നു പോകുന്ന ഈ നാഴികയിൽ നിന്ന് കരം തരുവാൻ മനുഷ്യരാരുമില്ലെങ്കിലും സർവശക്തിയുള്ള ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വാസത്തോടെ, ദൈവഭയത്തോടെ, ദൈവാശ്രയത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.